ഭഗവതേ വാസുദേവായ. പ്രണവം അസ്ട്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ നക്ഷത്ര സംബന്ധമായിട്ടോ ജാതക സംബന്ധമായിട്ടോ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ എന്നെ വിളിച്ചോളൂ. ഞാനിവിടെ പറയുന്നത് പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായിട്ടുള്ള സ്വഭാവ സവിശേഷതകളെക്കുറിച്ചും കൂടാതെ 2026 പുതുവർഷത്തിലെ പുണർദം നക്ഷത്രക്കാർക്കുണ്ടാകുന്നതായ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചുമാണ് ഞാനിവിടെ പറയുന്നത്. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ നക്ഷത്രമായ പുണർദം നക്ഷത്രക്കാരുടെ ദൈനംദിന ജീവിതത്തിലെ സത്യധർമാദികളെ കൈവിടാതെ നന്മയോട് ചേർന്ന് ജീവിക്കുവാൻ ഇഷ്ടപ്പെടുന്നവരും ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്നവരുമാണ്. പ്രത്യേകിച്ച് ആലോചനാശേഷി കൂടുതലുള്ളവരായതുകൊണ്ട് വരും വരായികൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ചിന്തിച്ചു പ്രവർത്തിക്കുന്നവരാണെങ്കിലും പലപ്പോഴും സഹായ മനസ്ഥിതി കൂടുതലുള്ളവരായതുകൊണ്ടും തൻ്റെ കൂടെ നിൽക്കുന്നവരുടെ വിഷമഘട്ടങ്ങളിലും അവരുടെ പ്രയാസഘട്ടങ്ങളിലും തൻ്റേതായിട്ടുള്ള ആവശ്യങ്ങളെ മുഴുവനും തന്നെ മാറ്റിവെച്ചുകൊണ്ട് അവരെ അകമഴിഞ്ഞ് സഹായിക്കുകയും അവർക്ക് വേണ്ടുന്നതായിട്ടുള്ള ബുദ്ധിപരമായിട്ടുള്ള തീരുമാനങ്ങൾ പറഞ്ഞു കൊടുക്കുന്നവരും കൂടിയാണ്. എന്നാലോ താൻ സഹായിച്ചവരിൽ നിന്ന് എന്തെങ്കിലും തിരിച്ചടികളോ വിഷമതകളോ പ്രയാസങ്ങളോ വന്നാൽ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ച് മനസ്സമാധാനം കുറഞ്ഞവരായിട്ട് മാറും. ചെറിയ ചെറിയ വിഷമതകൾ പോലും ഇവരുടെ മനസ്സിനെ വിഷമിപ്പിക്കുമെങ്കിലും കുറച്ചു കാലം ആ വിഷമതകളെ മനസ്സിൽ സൂക്ഷിക്കുമെങ്കിലും പുറമേ ആരോടും തന്നെ പറയാതെ മുഖത്ത് സന്തോഷഭാവം കാണിക്കുന്നവരായിട്ട് മാറും ഈ നക്ഷത്രക്കാർ. എന്നാലോ പുണർദം നക്ഷത്രക്കാരുടേതായ ബാല്യകാലം കുറച്ചൊക്കെ വിഷമഘട്ടങ്ങളിലൂടെ കടന്നു പോകുമെങ്കിലും പിന്നീടുള്ള സമയത്ത് സ്വന്തമായ പരിശ്രമത്താൽ ഉയർച്ചയിലേക്കും അഭിവൃദ്ധിയിലേക്കും എത്തിച്ചേരുന്നവരാണ്. എന്നാലോ ദൈനംദിന ജീവിതത്തിൽ നിരന്തരമായിട്ടുള്ള പ്രതിസന്ധികളെയും വിഷയങ്ങളെയും വിഷമതകളെയും അഭിമുഖീകരിക്കേണ്ടി വരുന്നതായ ഈ പുണർദം നക്ഷത്രക്കാർ കഠിനാധ്വാനികളായതുകൊണ്ട് ഉത്തരവാദിത്വ ബോധം കൂടുതലുള്ളവരായതുകൊണ്ട് മനസ്സിൽ ആത്മവിശ്വാസം സൂക്ഷിക്കുന്നവരായതുകൊണ്ട് തൻ്റേതായ അധ്വാനത്തിലൂടെ നിരന്തരമായിട്ടുള്ള പരിശ്രമത്തിലൂടെ ലക്ഷ്യത്തിലെത്തിച്ചേരുന്നവരാണ്. ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ സ്വസ്ഥതയും സമാധാനവും വേണമെന്ന് ആഗ്രഹിക്കുന്ന ഈ നക്ഷത്രക്കാർ മഹാവിഷ്ണുവിനെയും ശ്രീകൃഷ്ണനെയും ആരാധിക്കുന്നത് അവരുടെ ദൈനംദിന ജീവിതത്തിൽ ഉയർച്ചയ്ക്കും മനസ്സന്തോഷത്തിനുമെല്ലാം നല്ലതാണ്. വിഷ്ണു ക്ഷേത്രത്തിലാണെങ്കിൽ പ്രത്യേകിച്ച് വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഭാഗ്യസൂക്തം അർച്ചന ചെയ്യുന്നതും ഭഗവാന് പാലഭിഷേകം ചെയ്യുന്നതും വളരെ നല്ലതാണ്. മിഥുനം രാശിയിൽ 45 നാഴികയും കർക്കിടകം രാശിയിൽ 15 നാഴികയും കൂടിച്ചേരുന്ന ദേവഗണത്തിൽ വരുന്ന നക്ഷത്രമാണ് ഈ പുണർദം നക്ഷത്രം. മിഥുനം രാശിയിൽ 45 നാഴികയും കർക്കിടകം രാശിയിലാണെങ്കിൽ 15 നാഴികയും കൂടിച്ചേരുന്ന ദേവഗണത്തിൽ വരുന്ന നക്ഷത്രമാണ് ഈ പുണർദം നക്ഷത്രം. അതിൽ മിഥുനം രാശിയിൽ ജനിച്ച പുണർദം നക്ഷത്രക്കാർക്കാണെങ്കിൽ വർഷത്തിൻ്റെ ആരംഭത്തിൽ വളരെയധികം ശ്രദ്ധയോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി ഈശ്വര പ്രാർത്ഥനയോടുകൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയമാണ്. ജൂൺ മാസം 2-ാം തീയതി വരെ ജന്മവ്യാഴത്തിൻ്റേതായ സ്വാധീനശക്തി ഉണ്ടെങ്കിലും അഷ്ടമാധിപനും ഭാഗ്യാധിപനുമായിരിക്കുന്ന ശനീശ്വരനാണെങ്കിൽ കർമ്മസ്ഥാനത്ത് കണ്ടകശനിയിലൂടെ സഞ്ചരിക്കുന്നതുകൊണ്ട് വർഷത്തിൻ്റെ ആരംഭത്തിൽ ആരോഗ്യപരിപാലനത്തിൽ ജീവിത അനുഷ്ഠാനങ്ങളിൽ യാത്രകളിൽ ഡ്രൈവിങ്ങിലെല്ലാം തന്നെ കൂടുതലും ശ്രദ്ധിക്കണം. കഴിവതും അനാവശ്യമായിട്ടുള്ള യാത്രകളെ ഒഴിവാക്കുന്നത് നല്ലതാണ് ഈ ഒരു സമയങ്ങളിൽ. ധാരാളമായിട്ടുള്ള യാത്രകൾക്ക് സാധ്യത കാണുന്നതുകൊണ്ട് വീഴ്ചകളോ ക്ഷതങ്ങളോ വരാതെ പ്രത്യേകിച്ച് നോക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്.
എന്നാലോ ജൂൺ മാസം 2-ാം തീയതിക്ക് ശേഷം ദേവഗുരുവായിട്ടുള്ള വ്യാഴമാണെങ്കിൽ ധനസ്ഥാനമായിട്ടുള്ള 2-ാം ഭാവത്തിൽ ഉച്ചബലത്തോടു കൂടിയിട്ട് സഞ്ചാരം തുടങ്ങുന്നതും പിന്നീട് ഈ വ്യാഴം 3-ാം ഭാവത്തിലും പിന്നീട് 2-ാം ഭാവത്തിലൂടെയും സഞ്ചരിക്കുന്നതിനാൽ രാഹുകേതുക്കളുടെ അനുകൂല സ്ഥിതി മൂലവും പ്രത്യേകിച്ച് ജൂൺ മാസം 2-ാം തീയതിക്ക് ശേഷം ദൈനംദിന ജീവിതത്തിൽ നിലനിന്നിരുന്നതായ വിഷമതകൾക്കും പ്രയാസങ്ങൾക്കും എല്ലാം മാറ്റം വന്ന് ഭാഗ്യാനുഭവങ്ങളും മാനസികമായിട്ടുള്ള ഉണർവിനും സാധ്യത കാണുന്നുണ്ട്. പൊതുവേ കുടുംബജീവിതത്തിലാണെങ്കിൽ സന്തോഷവും അഭിവൃദ്ധിയും കിട്ടുകയും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലും സന്താനഭാവങ്ങളിലും എല്ലാം തന്നെ മനസ്സന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട്. തൊഴിൽപരമായിട്ടും കർമ്മപരമായിട്ടും നല്ല നല്ല അവസരങ്ങൾ ലഭിക്കുകയും പുതിയ പുതിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുവാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും മനസ്സന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട്. അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ്. ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിൽ പുതിയ പുതിയ പദ്ധതികൾ തുടങ്ങുവാനും ബിസിനസ് വിപുലീകരിക്കുവാനുമുള്ള മനോബലം കിട്ടുകയും അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുവാനുള്ളതായ സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ. വിദ്യാർത്ഥികൾക്ക് കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ കൊടുക്കുന്ന പക്ഷം വിജയസാധ്യത കാണുന്നുണ്ട് ഈ ജൂൺ മാസം 2-ാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ. പുതിയ കോഴ്സുകൾ തിരഞ്ഞെടുക്കുവാനും ഉപരിപഠനത്തിനും അനുകൂല സ്ഥിതി കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ. ആരോഗ്യപരിപാലനങ്ങളിലും ജീവിതാനുഷ്ഠാനങ്ങളിലും കുറച്ചൊക്കെ ശ്രദ്ധ വേണം. മാനസികമായ സമ്മർദ്ദങ്ങൾ കുറയ്ക്കാൻ ശ്രദ്ധിക്കേണ്ടതായിട്ടൊരു സമയം കൂടിയാണ് ഈ പുതുവർഷത്തിൽ. അതുകൊണ്ട് മിഥുനം രാശിയിൽ ജനിച്ചവർ വിഷ്ണു ക്ഷേത്രത്തിൽ വിശേഷിച്ച് വർഷത്തിൻ്റെ ആരംഭത്തിൽ അഷ്ടോത്തര മന്ത്രം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്യുന്നതും സഹസ്രനാമർച്ചന ചെയ്യുന്നതും വളരെ നല്ലതാണ്. ഇനി കർക്കിടകം രാശിയിൽ ജനിച്ച പുണർദം നക്ഷത്രക്കാരിലാണെങ്കിൽ വർഷാരംഭത്തിൽ ദൈനംദിന ജീവിതത്തിൽ എല്ലാ മേഖലകളിലും കൂടുതലായിട്ട് ശ്രദ്ധയും ദീർഘവീക്ഷണവും വേണ്ടുന്നതായിട്ടൊരു സമയമാണ്. ജൂൺ മാസം 2-ാം തീയതി വരെ സർവീശ്വരകാരകനായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ 12-ാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്ത് സഞ്ചരിക്കുന്നതും ഈ സമയത്ത് അഷ്ടമഭാവത്തിൽ രാഹുവിൻ്റെ സാന്നിധ്യം നിലനിൽക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ദീർഘവീക്ഷണവും ദൈനംദിന ജീവിതത്തിൽ എല്ലാ മേഖലകളിലും കൂടുതൽ ശ്രദ്ധയും വേണ്ടുന്നതായിട്ടൊരു സമയമാണ്. സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിൽ പ്രത്യേകിച്ച് കൂടുതൽ ശ്രദ്ധിക്കണം. അപ്രതീക്ഷിതമായിട്ടുള്ള ചിലവ് വർധനവിന് സാധ്യത കാണുന്നതുകൊണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കണം ഈ വർഷാരംഭത്തിൽ. എന്നാൽ ജൂൺ മാസം 2-ാം തീയതിക്ക് ശേഷം ഈ സർവേശ്വരകാരകനായിരിക്കുന്നതായ വ്യാഴം ഹംസയോഗപ്രദനായിട്ട് ഉച്ചബലത്തോടു കൂടിയിട്ട് ജന്മരാശിയിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ടും ശനീശ്വരൻ്റെ ഭാഗ്യസ്ഥാനത്തെ സ്ഥിതി മൂലവും ജൂൺ മാസം 2-ാം തീയതിക്ക് ശേഷം ദൈനംദിന ജീവിതത്തിൽ വ്യക്തിപരമായിട്ടുള്ള മാറ്റങ്ങൾക്കും വളർച്ചയ്ക്കും മനസ്സന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട്. കുടുംബത്തിലും കുടുംബ ബന്ധങ്ങളിലും സന്തോഷവും സമാധാനവും നിലനിൽക്കുന്നതായിട്ടുള്ളൊരു സമയമാണ്. പ്രത്യേകിച്ച് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ കൂടുതലായിട്ടുള്ള ആത്മബന്ധവും അതുവഴി മനസ്സന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട്. മക്കളുടേതായിട്ടുള്ള കാര്യങ്ങളിൽ ചില നേട്ടങ്ങൾക്കും സാധ്യത കാണുന്ന സമയം കൂടിയാണ്. ഗൃഹത്തിലാണെങ്കിൽ മുടങ്ങിക്കിടന്നിരുന്നതായ പല കാര്യങ്ങളും പൂർത്തീകരിക്കുവാനുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ്. ഇനി തൊഴിൽപരമായിട്ട് നോക്കുമ്പോഴാണെങ്കിൽ സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും അഭിവൃദ്ധിക്കും മനസ്സന്തോഷത്തിനും ശ്രേയസ്സിനുമെല്ലാം സാധ്യത കാണുന്ന സമയമാണ്. അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതായിട്ട് വരുമെങ്കിലും കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ട് ശ്രദ്ധ കൊടുത്താൽ തീർച്ചയായിട്ടും വിജയ സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ.
അതുകൊണ്ട് ഈ കർക്കിടകം രാശിയിൽ ജനിച്ച പുണർദം നക്ഷത്രക്കാർ വിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവാൻ അഷ്ടോത്തര മന്ത്രം കൊണ്ട് അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ നല്ലതാണ്.